റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഹൈജീനിക് മോണിറ്ററിംഗ് സ്ക്വാഡ് മൂവാറ്റുപുഴ മേഖലയിൽ പരിശോധനകൾ ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പരിശോധനയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഹൈജീൻ മോണിറ്ററിംഗ് സ്ക്വാഡിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മൂവാറ്റുപുഴ യൂണിറ്റിന് കീഴിലുള്ള ഹോട്ടലുകളിൽ ഇന്ന് ഹൈജീൻ മോണിറ്ററിംഗ് സ്ക്വാഡുകൾ പരിശോധനകൾ നടത്തി തിരുത്തൽ നടപടികൾ നിർദ്ദേശിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചത്. പരിപാടി മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഓരോ ഹോട്ടലുകളിലേക്കും ഈ സ്ക്വാഡ് കടന്നു ചെന്ന് അവിടുത്തെ വൃത്തിയും വെടുപ്പും ഉൾപ്പെടെ അവരുടെ ഒരു ക്വസ്റ്റ്യനെയർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതായത് വ്യക്തമായ രീതിയിൽ ഒരു ഹോട്ടൽ എങ്ങനെയൊക്കെ വൃത്തിയായി നടത്തണം, അല്ലെങ്കിൽ ഭക്ഷണം എങ്ങനെ ശുചിയോടുകൂടി കൊടുക്കണം എന്നുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുവാൻ തക്കവണ്ണമുള്ള ക്വസ്റ്റ്യനെയർ ഉൾപ്പെടെ അത് എൻക്വയറി നടത്തി റിപ്പോർട്ട് ഉണ്ടാക്കിക്കൊണ്ട് നടപടികൾ സ്വീകരിക്കുന്ന രീതിയിൽ അവരിൽ നിന്ന് തന്നെ ഒരു ടീം ഉയർന്നു വന്നിരിക്കുന്നു. ആ ഒരു പദ്ധതി തീർച്ചയായിട്ടും ഒത്തിരി അഭിനന്ദനം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. മൂവാറ്റുപുഴ നഗരസഭയുടെ പേരിൽ ഈ ഹൈജീൻ മോണിറ്ററിംഗ് സ്ക്വാഡിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ ഭാരവാഹികളെയും അതിലുള്ള ഓരോ അംഗങ്ങളെയും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ്. എനിക്കിതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ജീവനക്കാർക്കുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നതാണ്. അത് മലയാളത്തിൽ മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ ഇപ്പൊ ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്, അതിഥി തൊഴിലാളികളുണ്ട്. അപ്പൊ അവർക്ക് കൂടി മനസ്സിലാവുന്ന ഭാഷയിൽ അത് ഹിന്ദിയിലും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അവരെയും കൂടെ പങ്കാളികളാക്കുന്ന രീതിയിലാണ് അവർക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നത്. അത് കൃത്യമായിട്ട് ഓരോ ദിവസവും കുളിച്ച് വൃത്തിയുള്ള ഭക്ഷണങ്ങൾ ധരിച്ച് എങ്ങനെയൊക്കെ ഹൈജീനായിട്ട് നിൽക്കാമോ അതുൾപ്പെടെയുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ പ്രതിപാദിച്ചുകൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. തുടർന്ന് നടന്ന യോഗത്തിൽ KHRA എറണാകുളം ജില്ലാ പ്രസിഡന്റ് VT ഹരിഹരൻ ഹൈജീൻ മോണിറ്ററിംഗ് സ്ക്വാഡിന്റെ ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും വിശദീകരിച്ചു. ഞങ്ങൾ ആദ്യം ചെല്ലുന്ന ലൈസൻസ് ആദ്യം കൊണ്ടുവന്ന് ചോദിച്ചത് ഞങ്ങൾ കിച്ചണിലേക്ക് ചെല്ലുകയാണ്. കിച്ചണിൽ ചെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം അവിടെ A to Z നമ്മുടെ കിച്ചന്റെ ഓരോ ഭാഗം അരിവും മൂലയും അരിച്ചു പെറുക്കിയെന്നോണം ഡ്രെയിനേജ് വരെയുള്ള ഭാഗങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ കണ്ട് ബോധ്യപ്പെട്ട് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അവരുടെ ജീവനക്കാരുൾപ്പെടെ അതിന്റെ ഓണറെ ഞങ്ങളുടെ അംഗത്തെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ സ്ഥാപനത്തിൽ നിന്നും ഞങ്ങൾ പരിശോധന ചേർക്കുന്നത്. അതിനുശേഷം ഈ ചെക്ക് റിപ്പോർട്ട് കൃത്യമായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ അവരെ കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയതിനു ശേഷം അവർക്ക് തന്നെ കൈമാറുകയാണ്. പിന്നീട് അവർക്ക് സംശയമുണ്ട് വായിച്ചു നോക്കാൻ. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുകയും ശുചിത്വമുള്ള ഹോട്ടൽ സംസ്കാരം വളർത്തിയെടുക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം വ്യക്തമാക്കി. ചടങ്ങിൽ KHRA സംസ്ഥാന സെക്രട്ടറി CK അനിൽ, ഹൈജീൻ മോണിറ്ററിംഗ് സ്ക്വാഡിന്റെ ചെയർമാൻ ബൈജു ഡേവിസ്, ഹൈജീൻ മോണിറ്ററിംഗ് സ്ക്വാഡിന്റെ ജോയിന്റ് കൺവീനർ അശോകൻ, ആരോഗ്യവകുപ്പിലെ ഹെൽത്ത് സൂപ്പർവൈസർ നൌഷാദ്, ഹെൽത്ത് ഇൻസ്പെക്ടർ സൗമ്യ, ഹെൽത്ത് ഇൻസ്പെക്ടർ ജുവാൻ, KHRA മൂവാറ്റുപുഴ യൂണിറ്റ് പ്രസിഡന്റ് പ്രകാശ് ബാലകൃഷ്ണൻ, സെക്രട്ടറി ഷാനിദ് ഹമീദ്, ട്രഷറർ റൈജു R എന്നിവർ പങ്കെടുത്തു. കൂടാതെ മൂവാറ്റുപുഴ യൂണിറ്റിലെ ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, ഹൈജീൻ മോണിറ്ററിംഗ് സ്ക്വാഡ് അംഗങ്ങൾ എന്നിവരും ചടങ്ങിൽ സജീവമായി പങ്കാളികളായി. എറണാകുളം ജില്ലയിലെ 29 യൂണിറ്റുകളിൽ നിന്നായി തെരഞ്ഞെടുത്ത ഭക്ഷ്യസുരക്ഷയും ശുചിത്വ മാനദണ്ഡങ്ങളും സംബന്ധിച്ച് പ്രത്യേക പരിശീലനം നേടിയ അംഗങ്ങളാണ് ഹൈജീൻ മോണിറ്ററിംഗ് സ്ക്വാഡിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ സംഘം ഓരോ യൂണിറ്റിലെയും ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും സന്ദർശിച്ച് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശിക്കുന്ന ശുചിത്വ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് വിലയിരുത്തുകയും കണ്ടെത്തുന്ന പോരായ്മകൾ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ബോധവൽക്കരണ നോട്ടീസുകളും നൽകുകയും ചെയ്യും. ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും.